വെൽക്കം ടു മൈ ചാനൽ ബി ക്രിയേറ്റീവ് വിത്ത് മേക്കപ്പ്. അപ്പോൾ എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു വ്ളോഗാണ്. ആക്ച്വലി ഞാൻ ഈ സ്ഥലത്തേക്ക് പോയിട്ട് കുറച്ച് ദിവസങ്ങളായി, പക്ഷെ എനിക്കത് എഡിറ്റ് ചെയ്തിടാനൊന്നും സമയം കിട്ടില്ല. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് പംകിൻ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആക്ച്വലി ഒരു ഒക്ടോബറിലൊക്കെയാണ് നമുക്ക് പംകിൻ പാച്ചസിൻ്റെ ടൈം വന്നിട്ട്. അപ്പോൾ ആ സമയത്ത് പോയതാണ്. പക്ഷെ എനിക്ക് കുറച്ച് ബിസിയായ കാരണം ഞാനത് എഡിറ്റ് ചെയ്തിടാൻ മറന്നുപോയി. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്ന് ആ വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പംകിൻ പിക്ക് ചെയ്യാം. അതുപോലെ തന്നെ സൺഫ്ലവർ ഗാർഡൻ ഉണ്ട്, അവിടുന്ന് നമുക്ക് സൺഫ്ലവർ പിക്ക് ചെയ്യാനും പറ്റും. അപ്പോൾ അതാ ഇവിടെ കണ്ടില്ലേ, ഈ കാണുന്നതാണ് സൺഫ്ലവർ ഗാർഡൻ. ഇവിടെ നമുക്ക് ഏറ്റവും അവസാനമാണ് ഞാൻ ഇവിടേക്ക് പോകുന്നത്, കാരണം നമുക്ക് ഇതിന്ന് സൺഫ്ലവർ ഒക്കെ പ്ലക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അത് കാരണം നമ്മൾ ആദ്യം ഇവിടേക്കല്ല പോകുന്നത്, നമ്മൾ ആദ്യം പംകിൻ പിക്ക് ചെയ്യാനാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം അങ്ങോട്ടേക്ക് പോവാം. അപ്പോൾ അതാ നമ്മൾ എൻട്രൻസിൽ എത്തിക്കഴിഞ്ഞു. നമ്മൾ ടിക്കറ്റ് ഒക്കെ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. ഇച്ചിരി ക്രൗഡി ആയിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മൾ മാസ്ക് ഒക്കെ വെച്ചിട്ടാണ് പുറത്തേക്ക് ഇറങ്ങിയത്. ഇതാണ് അതിൻ്റെ ബാൻഡ് വന്നിട്ട്, അതൊക്കെ കെട്ടി ഇതേ ഞാൻ അകത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ കണ്ടോ, ഒരു സൈഡിൽ നിറച്ച് ഈ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് പംകിൻസ് ആണ്. പലതരത്തിൽ പല പേരുകളിലൊക്കെ പംകിൻ അവൈലബിൾ ആണ് ഇവിടെ. നമുക്ക് വേണമെങ്കിൽ മേടിക്കാം. കണ്ടോ, ഇതെല്ലാം പംകിൻസ് ആണ്, പക്ഷേ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് പംകിൻസ് ആണ്. അപ്പോൾ ഇത് നമുക്ക് വേണമെങ്കിലും മേടിക്കാം. അപ്പോൾ അതൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് ചോദിച്ചു. പല തരം ഉണ്ട് കേട്ടോ, കുറേ സംഭവങ്ങളുണ്ട്. ഇതൊക്കെ എന്തിനാണ്, ഇത് കറി വെക്കാൻ പറ്റുമോ അതോ വല്ല പൈ പോലെ ഉണ്ടാക്കാനാണോ ഒന്നും എനിക്കറിയില്ല. അപ്പോൾ ജസ്റ്റ് ഇത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കണ്ടോ, വലിയ വലിയ മത്തങ്ങയൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ അകത്തേക്ക് കയറാണ്. അപ്പോൾ ഇതാ ഫ്രണ്ടിൽ തന്നെ നിറച്ചിങ്ങനെ പംകിൻസും കാര്യങ്ങളൊക്കെ അവർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഫോട്ടോ സെക്ഷൻസ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളിയായിരിക്കും. എന്താ പറയുക, നല്ല രസമായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. പിന്നെ കുറേ കാഴ്ചകളൊക്കെ കാണാനുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കതൊക്കെ കണ്ടിട്ട് വരാം. കിടക്കാൻ പോകുന്നത് കോൺവേസിലേക്കാണ്. ഇതെങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വഴി കണ്ടുപിടിക്കില്ലേ, അതേപോലെയാണ്. അപ്പോൾ ഇതിനുള്ളിൽ കിടക്കാൻ ഞങ്ങൾക്ക് ഭയങ്കര ത്രില്ലായിരുന്നു, കാരണം ഇതിൻ്റെ എക്സിറ്റ് നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. അങ്ങനെയൊക്കെ വിചാരിച്ച് നമ്മൾ ഭയങ്കര ത്രില്ലടിച്ചിട്ടാണ് ഇതിനുള്ളിലേക്ക് കടന്നത്. പക്ഷേ കുറച്ച് നടന്നു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇത് നമ്മൾ വഴി തെറ്റിപ്പോയി എന്നുള്ളത്. പിന്നെ ഇതിനുള്ളിൽ ഒരുപാട് നേരം കിടന്ന് തിരിഞ്ഞിട്ടാണ് ഇതിൻ്റെ എക്സിറ്റ് ഞങ്ങൾ കണ്ടുപിടിച്ചത്. അതോടെ പിള്ളേരെല്ലാവരും വശക്കെട്ടു. അത് കാരണം പിന്നെ എന്താ പറയുക, ഭയങ്കരമായിട്ട് ക്ഷീണമായി പോയതിനുള്ളിൽ എല്ലാവരും കിടന്ന് തിരിയായിരുന്നു, കാരണം ഇച്ചിരി ടഫായിരുന്നു കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ വന്നത് സൺഫ്ലവർ ഗാർഡനിലേക്കാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് സമയം എടുത്തു ആ വഴി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് കാരണം സമയം പോയത് അറിഞ്ഞില്ല. അപ്പോൾ ഇതിനി മിസ്സാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് വേഗം ഇങ്ങോട്ടേക്ക് വരാണ് ചെയ്തത്. അപ്പോൾ നമ്മൾ സൺഫ്ലവർ ഗാർഡനിലേക്ക് കയറിയിട്ടുണ്ട്. ഇത് ആക്ച്വലി അടിപൊളിയായിരുന്നു കേട്ടോ. കാരണം പിള്ളേരായാലും എല്ലാവരും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തൊരു സംഭവമായിരുന്നു ഇത്. കാരണം ഫ്ലവേഴ്സൊക്കെ കാണാനും പിന്നെ പറിക്കാൻ പറ്റും, നമുക്ക് വീട്ടിൽ കൊണ്ടുപോകാം. അപ്പോൾ അത് കാരണം പിള്ളേരായാലും ഞങ്ങൾക്കായാലും ഭയങ്കര ഹാപ്പി ആയിരുന്നു. നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ, ഇങ്ങനെ ഉണ്ടായി നിൽക്കുന്നത് കാണാനും ഒക്കെ അടിപൊളിയായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മളെ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ബൈ.